പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഇനി മലപ്പുറത്തേക്ക് പോകുന്നു. മലപ്പുറത്ത് എംപോക്സ് ബാധയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എംപോക്സ് ബാധിച്ച രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 23 പേർ സമ്പർക്ക പട്ടികയിലും 43 പേർ നിരീക്ഷണത്തിലുമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. രോഗലക്ഷണങ്ങളുമായി കേരളത്തിൽ വന്ന 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. അതേസമയം 267 പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 37 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. എംപോക്സുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി സ്റ്റേബിൾ ആണ്. ആ വ്യക്തിക്ക് നാട്ടിൽ ഉണ്ടായിട്ടുള്ള കോണ്ടാക്ട് 23 പേരാണ്. അപ്പോൾ ആ 23 പേര് അവര് സെൽഫ് മോണിറ്ററിംഗ് കൂടിയാണ്. കാരണം കൈകാലുകളിലൊക്കെ ചിലപ്പോൾ ഈ ലൈസൻസ് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ സെൽഫ് മോണിറ്ററിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ ഒരു അവബോധം നൽകി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് അറിയിക്കുകയും ആ രീതിയിൽ അവർ പ്രത്യേക ശ്രദ്ധ എടുക്കുകയും ചെയ്യുന്നുണ്ട്. വിപിൻ സി വിജയൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നല്ലേ ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത്? വിപിൻ, അതെ, നിപ്പയിലും എംപോക്സിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. എംപോക്സിനെ സംബന്ധിച്ച് 23 പേർ സമ്പർക്ക പട്ടികയിലുള്ള പരമാവധി ആളുകളെ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ രോഗി സഞ്ചരിച്ച വിമാനത്തിന്റെ മുന്നിലെ 3 വരികളും അതുപോലെ തന്നെ പിന്നിലേക്കുള്ള 3 വരികളിലുമുള്ള 43 പേരെ ഇതിനോടകം തന്നെ അവരെ നിരീക്ഷണത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. അവർ പലരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്, പലരും വിദേശത്താണ്. ഇവരെ വീടുകളിലുള്ള അഡ്രസ്സിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇവരെയൊക്കെ ഒരു നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രോട്ടോകോൾ പ്രകാരം അവരെ നിരീക്ഷണത്തിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സമ്പർക്കത്തിലുള്ള 23 പേർക്കും രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെയില്ല. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഐസൊലേഷനിൽ കഴിയുന്ന രോഗിയുടെ നിലയും തൃപ്തികരമാണ്. ഈ എംപോക്സ് വന്നത് വിദേശത്ത് റൂമിൽ താമസിച്ചതിൽ നിന്നാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ 6 പേരും ഇപ്പോൾ അവിടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരും അവിടെ ക്വാറന്റൈനിൽ കഴിയുകയാണ്. ഒപ്പം തന്നെ ഈ നിപ്പയെ സംബന്ധിച്ച് 267 പേരാണ് ഇപ്പോൾ പട്ടികയിലുള്ളത്. ആശുപത്രിയിൽ വെച്ച് ഈ രോഗിയുമായി ഹസ്തദാനം നടത്തിയ ഒരാൾ കൂടി ഇന്ന് നിരീക്ഷണത്തിലേക്ക് വരികയും ചെയ്തു. 37 പേരുടെ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു. ഈ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് പഴങ്ങൾ കഴിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് അതിന്റെ കത്ത് കൊടുക്കുകയും ചെയ്യും. എംപോക്സിനെ സംബന്ധിച്ച് ഇനി ഇത് ഏതു വകഭേദമാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ പരിശോധന കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഫലം വരുന്നതോടുകൂടി ഏത് വകഭേദമാണ് B1 ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ പടർന്നു പിടിച്ചിരിക്കുന്നത് B1 എന്ന വകഭേദമാണ്. അതാണെങ്കിൽ കൂടുതലായി നമ്മൾ അതിജാഗ്രതയിലേക്ക് പോവുകയും കൂടുതൽ നിരീക്ഷണത്തിലേക്ക് പോവുകയും വേണ്ടിവരും. എന്നാൽ B2 ആണ് എന്നുണ്ടെങ്കിൽ വളരെ ക്ലോസ് കോണ്ടാക്ട് ആണെങ്കിൽ മാത്രമായിരിക്കും ആ രോഗം മറ്റൊരാൾക്ക് പടരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് ആശ്വാസകരമായ ഒന്നായിരിക്കും. പക്ഷേ അത് ഏത് വകഭേദമാണ് എന്ന് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളത്തോടു കൂടിയോ അതിന്റെ റിസൾട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത്. ഉണ്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.